നമസ്കാരം. ഓപ്പൺ ഐഒടി ഇംപ്ലിമെന്റേഷൻ റോൾ ഓഫ് ക്ലൈമറ്റ് സ്ട്രെസ് ടെസ്റ്റിംഗ് യൂസിംഗ് ജെൻ AI എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ICSS ഡയറക്ടർ ഡോക്ടർ സുനിൽ CT സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ICSSന്റെയും AD ബോംബെയുടെയും SP ഫൗണ്ടേഷന്റെയും നേമം ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേറ്റ് ചെയ്ത് നടത്തുന്ന ഈ റിസർച്ച് പ്രോജക്റ്റിന്റെ ഒരു റോൾ ഔട്ട് പ്രോഗ്രാമിനാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചുരുക്കി രണ്ടു വാക്ക് പറയാം. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അതുപോലെ മറ്റ് പാരാമീറ്ററുകൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പാരാമീറ്ററുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇപ്പോൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ചാണ് കൃഷി പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ പൊതുവെ നമ്മുടെ ജീവിത രീതികൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിലവിൽ ഈ കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്ര സർക്കാർ വളരെ ബ്രോഡായിട്ട് നടത്തുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ലെവലിലോ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിലോ മൈക്രോ ക്ലൈമറ്റുകൾ മോണിറ്റർ ചെയ്യുകയും അതിൽ നിന്ന് ഇൻഫറൻസ് എടുക്കുകയും ചെയ്യുന്ന പദ്ധതികൾ വളരെ കുറവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ICSS തുടങ്ങി വെച്ച ഒരു മൈക്രോ ക്ലൈമറ്റ് മോണിറ്ററിംഗ് പദ്ധതിയാണ് IOT പഞ്ചായത്ത് കാട്ടക്കട പഞ്ചായത്തിലാണ് നമ്മൾ അതിൽ തുടങ്ങിയത്. പലതരത്തിലുള്ള കൺസൾട്ടേഷൻ മീറ്റിങ്ങുകളൊക്കെ ചേർന്നതിന് ശേഷമാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിൽ വലിയ തോതിൽ നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് SP ഫൗണ്ടേഷനും അതുപോലെ IIT ബോംബെയും ഇതിൽ ഇത്തരം ഒരു പദ്ധതിയിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയും അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിസർച്ച് പ്രോജക്റ്റ് എന്ന നിലയിൽ ഈ ഭാഗത്തെ ക്ലൈമറ്റിനെ കുറിച്ചും മൈക്രോ ക്ലൈമറ്റ് റിസ്കിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് IIT ബോംബെ മുന്നോട്ട് വന്നു. അപ്പോൾ ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഏജൻസി ആയിട്ട് നിലവിൽ ICSS ആണ് പ്രവർത്തിക്കുന്നത്. ICSS കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ കാർഷിക കോളേജുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക കോളേജ് കൃഷിയുടെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് കോഴ്സ് നിലയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റിന് വേണ്ട ഇൻപുട്ടുകൾ അല്ലെങ്കിൽ കൃഷി സംബന്ധിച്ച് എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊജക്ടിന്റെ ഒരു ഫസ്റ്റ് ഫേസിന്റെ ഗോ ലൈവ് ആണ് നടത്തുന്നത്. അതിന്റെ ആ സാങ്കേതിക വിവരങ്ങൾ എൻ്റെ കൊളീഗ്സ് വരുത്തി അതുപോലെ പ്രൊഫസർ IIT ബോംബെയിൽ നിന്നുള്ള ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രൊഫസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നിലവിൽ എൻ്റെ ചുമതല എന്ന് പറയുന്നത് ഇവിടെ വന്നിരുന്ന ആളുകളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് കിടക്കാം. കൂടുതൽ സാങ്കേതിക കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ പ്രസിഡന്റിന് നമുക്ക് ഇവിടെ വരാമെന്ന് ഏറ്റുന്നത് നമ്മുടെ ഡീനാണ് അധ്യക്ഷമാക്കി. അദ്ദേഹം വേറെ ചടങ്ങിലായതുകൊണ്ട് അസോസിയേറ്റ് ഡീൻ ആയിട്ടുള്ള ശാലിനി മാഡമാണ്. ശാലിനി സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രൊജക്റ്റ് എന്താണെന്ന് നിങ്ങളോട് വിശദീകരിക്കുന്നതിന് IIT ബോംബെയിൽ നിന്ന് പ്രൊഫസർ പെനൻ ചിന്നസ്വാമി എത്തിച്ചിട്ടുണ്ട്. പെനൻ അവിടുത്തെ രുദ്ര ലാബ്സിന്റെ ഹെഡാണ്. ഒരു സീനിയർ പ്രൊഫസറായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തത് നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി റീജ മാഡം വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ നായർ സാറാണ്. നമുക്ക് ഈ ഇതിന്റെ ഗോലൈവ് ഇനാഗുറേറ്റ് ഫംഗ്ഷന് എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡവും അതുപോലെ റോയ് സാറോടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര സാറിനെ ഈ ലോകത്തേക്ക് സ്വാഗതം ചെയ്യും. കൂടാതെ ശ്രീ PR അജയ് ഘോഷ് നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസർ അദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് ഈ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ സഹകരണം നൽകുന്നതാണ്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യും. പിന്നീട് നമ്മളിത് പ്രധാനമായിട്ട് 3 പഞ്ചായത്തുകളാണ് നടത്തുന്നത്. അതിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് നമുക്ക് ഇത്രയും കാലം നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഭാഗം വളരെയധികം സഹകരണം ഉണ്ടായിട്ടുണ്ട്. ശ്രീ സോമശേഖരൻ നായർ കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ
അടുത്തത് ശ്രീ വി മോഹനനാണ്, ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ആർ.എസ്. വസന്തകുമാരി, നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാഡം നമുക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ശ്രീ സജ്ജനകുമാർ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നിയമ ബ്ലോക്ക് പഞ്ചായത്ത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ശാന്ത പ്രഭാകരൻ മാഡം, നമുക്ക് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ, പഞ്ചായത്ത്. കൂടാതെ ഐസിഫോസിൽ നിന്ന് ശ്രീ ബിജുമോൻ ജോസഫ്, നമ്മുടെ രജിസ്ട്രാറാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം സെക്രട്ടറി കൂടിയാണ്. ഇനി കൂടാതെ എൻ്റെ ടീമിലെ ഐസിഫോസിന്റെ ടീമിലെ ശ്രീ ശ്രീനിവാസ, അതുപോലെ ഷഫീഖ്, മറ്റു ടീമംഗങ്ങൾ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് യോഗത്തിന് മനസ്സിലാക്കാം. Thank you, sir. അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ ഷാലിനി പിള്ളത്തി, ADR, RARS, സൗത്തൺ സോൺ, മാമിനെ സ്വാഗതം ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ റോയ് സ്റ്റീഫൻ മറ്റൊരു ഞങ്ങൾക്ക് 3 ദിവസത്തെ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ കാരണം ഈ കോളേജ് 70 വർഷം പൂർത്തിയാക്കി പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണിത്. മെയ് 1955 തുടങ്ങിയ കോളേജാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് 3 ദിവസത്തെ തിങ്കൾ ചൊവ്വ ബുധൻ. അപ്പോൾ അതിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷന് MLA ബഹുമാനപ്പെട്ട MLA എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ സാറ് ഉടനെ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറിൻ്റെ അഭാവത്തിലാണ് ഞാൻ ഇന്നിവിടെ ഈ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഐസിഫോസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നിയമം ബ്ലോക്ക് പഞ്ചായത്ത്, ബാലരാമപുരം പഞ്ചായത്ത്, അയ്യൂർ പഞ്ചായത്ത്, ഇവിടുന്നൊക്കെ എത്തിയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പ്രതിനിധികളെ. അപ്പോൾ ഈ പ്രോജക്റ്റ്, ഈ ക്ലൈമറ്റ് റിസ്ക് സ്ട്രെസ് ടെസ്റ്റിംഗ് യൂസിങ് AI, ഈ പ്രോജക്റ്റിൻ്റെ 1-2 മീറ്റിങ്ങുകളിൽ ഞാനും എനിക്കും പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ, ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു, കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത രീതി, നമ്മുടെ വസ്ത്രധാരണ രീതി, നമ്മുടെ ഭക്ഷണം, ഇതൊക്കെ തന്നെ ഇതിനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അറിയാതെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നതും കാലാവസ്ഥാ മാറ്റത്തിനോടൊപ്പം മാറ്റങ്ങളും വരുന്നുണ്ട്. പിന്നെ മണ്ണ്, ജലം, വായു, ഇതൊക്കെ തന്നെ കാലാവസ്ഥയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന മണ്ണ്, ജലം, വായു, ഇതെല്ലാം തന്നെ കാലാവസ്ഥയുമായിട്ട് വളരെ വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ കാലാവസ്ഥ, ഇപ്പോൾ ഇന്ന് നമ്മളെല്ലാവർക്കും അറിയാം, പണ്ടൊക്കെ നേരത്തെയൊക്കെ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത് ശരിയാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കാലാവസ്ഥാ വ്യതിയാനവും കാലാവസ്ഥാ മാറ്റവും, അതായത് ക്ലൈമറ്റ് വേരിയബിലിറ്റി, ക്ലൈമറ്റ് ചേഞ്ചും, ഇത് രണ്ടും എല്ലാവർക്കും പൂർണ്ണമായി ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സാർ മറ്റൊരു കാര്യം പറഞ്ഞു, മൈക്രോ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞു. കാരണം പൊതുവെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സ്ഥലത്തുള്ള ഏറെ സമയം എടുത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റത്തിനെയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ മൈക്രോ ക്ലൈമറ്റിനെ പറ്റി ഒരു സമയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കോവിഡ് സമയത്ത് എല്ലാവരോടും പറഞ്ഞു ഇത്ര അകലത്തിൽ നടക്കണം, 2 പേര് ഇത്ര അകലത്തിൽ നടക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഉദ്ദേശം 1.5 മുതൽ 2 മീറ്റർ അകലത്തിൽ എല്ലാവരും നടക്കണം. നമ്മുടെ കൈ 2 കൈ നീട്ടി കഴിഞ്ഞാൽ ആ കൈപ്പാട് അകലെ നടക്കണം എന്ന് പറഞ്ഞു. അത് കാരണം എന്താണ്? നമ്മുടെ മൈക്രോ ക്ലൈമറ്റിനകത്ത് അടുത്ത ഒരാളുടെ മൈക്രോ ക്ലൈമറ്റ് വരാൻ പാടില്ല. അത്രയുമാണ് ഒരാളുടെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ മൈക്രോ ക്ലൈമറ്റ്. അതുപോലെ നമുക്കുള്ളതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്കുള്ള ഈ മൈക്രോ ക്ലൈമറ്റ്, എല്ലാ വസ്തുക്കൾക്കും ആ ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ ആ മൈക്രോ ക്ലൈമറ്റാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. ഏതൊരു വിളയായാലും ഒരു വ്യക്തിയായാലും ആ മൈക്രോ ക്ലൈമറ്റിൽ വരുന്ന മാറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ അതിനെ അധിഷ്ഠിതമായി അത്രയും വളരെ ഒരു മൈക്രോ ലെവലിലേക്ക് പോയി ഉള്ള ഒരു പഠനം നടത്താനുള്ള ഒരു ഗവേഷണ പദ്ധതിയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ
അപ്പോൾ അതിന് നമ്മുടെ ഈ 70 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ കാർഷിക കോളേജിൽ തിരഞ്ഞെടുത്തതിനും അതിൽ കാർഷിക കോളേജിൻ്റെ ഒരു അധ്യാപിക എന്ന നിലയിലും പ്രതിനിധി എന്ന നിലയിലും ഏറെ സ്വാഗതാർഹമാണ്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനിയുള്ള അടുത്ത നടപടികൾ ഇന്നതിൻ്റെ റോൾ ഔട്ടാണ്. എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റും ബാക്കി ഇൻസ്റ്റലേഷനും ഒക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയുള്ള പിന്നെ നമ്മളുമായിട്ടുള്ള കൊലാബറേഷൻ, നമ്മുടെ ഇവിടെ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പഠനങ്ങൾ ഈ കാലാവസ്ഥാധിഷ്ഠിതമായിട്ടും അല്ലാതെയും ഒക്കെ ധാരാളം പഠനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ കാലാവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിൽ മണ്ണായാലും ജലമായാലും വായുവായാലും ഇതിലൊന്നും തന്നെ നമുക്ക് ഒന്നിനെ മാറ്റി നിർത്തി പഠിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടൊരു പഠനത്തിന് നമുക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ചെടിയായാലും മാറ്റി നിർത്തി അതിനെ മാത്രം പഠിക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുമൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. എത്തിയിട്ടുണ്ട് നമ്മുടെ ടീമിനെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൂടെ അദ്ദേഹത്തെ ഞാൻ ഒന്നുകൂടി സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് ലോക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള വസുന്ധകുമാരി, അതുപോലെ വസുന്ധര മാഡം, ലതാകുമാരി, ഇവരെ ഞാൻ സ്വാഗതം ചെയ്യാൻ വിട്ടുപോയതാണ്. അത് ക്ഷമിക്കണം. ഇത്ര പേരെ വിട്ടുപോയതാണ്. അത് ക്ഷമയോട് ചോദിക്കുന്നു. സാറ് താങ്ക് യു സർ. താങ്ക് യു മാം. അടുത്തതായി നമ്മുടെ പ്രോജക്റ്റ് ഓവർവ്യൂവിനായി IIT ബോംബെയിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രൊഫസർ പെനൻ ചിന്നസ്വാമി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവിടെ Namaskar. Good morning all. So I'm very happy to come here on behalf of IIT Bombay and SBA Foundation, which has funded this project, along with Rudra, which is our lab, which is with the technical partners. So we'll talk about, as Madam was saying, there's a lot of microclimate that is being happening across India, and because of that, there is a lot of loan issues by State Bank of India. So State Bank gives the highest, one of the highest farmer loans. So all stakeholders are here. I'm very happy that ICFOS has created this environment for us because if the loan is too much and farmers cannot pay back, then the bank is at loss and the farmer is at loss. So how can we mediate? IIT Bombay has a technical partner and implementation partner is ICFOS. So let's look at what is the overview of the project. How do we use AI/ML techniques to reduce exposure at default due to climate risk? What is this EAD? Every bank has this EAD before they give a loan. And if the EAD is very high, exposure to default is high, then the farmer or the stakeholder will not repay the loan. Therefore, the bank is at loss. Same, if the farmer is taking too much loan than needed, then the farmer has to pay back with big interest. So there is a good potential that ICFOS and Rudra can do to help farmers and the banks for a sustainable agriculture pattern. However, they want AI/ML, and in this day of year, we are using a lot of data science, we are using a lot of AI/ML. So this project wants us to do EAD. And one of the EAD on climate risk is there's 3 types of risk. Physical risk, where extreme weathers are happening. So right now monsoon has come early. Think about farmers, all the seeding, all the agricultural practices have to change because of this. So extreme weather, floods, droughts and wildfires are happening a lot. Transition risk is like regulation policies, the government certain policies are coming, market fluctuations are happening. How do we make sure the EAD doesn't default? And increase borrowing. There's a lot of borrowing. Actually, where I work in Maharashtra, before this meeting ends, 4 farmers will commit suicide. So farmer suicide is very high in Maharashtra. One of the reasons I went to IIT Bombay is to work on farmer suicides. And it is a loan. It is an unofficial loan they take, illegal loans. Here in this project, we are trying to see how
government loans and bank loans can be paid on time. So impact on banks, as I said, banks have a lot of money. They want to give farmers to help on farmer activities and agriculture development. But if the people cannot pay back, the bank is at loss. As everyone knows, bank is still a business. They have to make profit. So here we are trying to bridge the gap between the loss and the farmer's welfare and see how it does. And here AIML comes because a lot of this analytics are happening at very, very large scale. The bank wants us to use artificial intelligence and machine learning algorithms, which requires a lot of data. So everyone would see now you have smartphones, smart villages, but data is needed. So let's take a step back. When I was walking around, I saw IMD's data center here. So maybe they're collecting data, giving advisories. It could be at a district level, at a block level, but we're talking about farm level advisories also, for which we need more localized data, more representative data. All these models, very, very superfluous models, need a lot of data compared to what we have. And data issues are very, very large. So across the world, AIML is taking a big rollout, and Indian government wants us to engage in AIML a lot. Just now you would have seen Trump went to UAE and Dubai and then gave $200 million just to buy computing for AIML. So that is how big every country is investing. India has the highest number of data centers, and the biggest in Asia is in Bombay. So all this have poor data. The data center is there, but no data to come in. And then there is a lack of underreported data and false data and not correct data. So here is where we partnered with ICFOSS because they are both using open source software and also IoTs to generate data. So this generation of data is very, very high level. Farmers are not required to collect data. It is already they are doing farming, and this happens in education, health, and other verticals also. Let's say doctors and nurses. If you ask them to collect data and put it for data for AIML programs, you are asking more work from them, which they won't do. So farmers cannot provide easily the excess data that we want. So we are looking at IoT sensors and other sensors in the field. So here's where the data availability is very, very less. For development problem solving is very, very costly. Data gaps exist. For example, groundwater data collected by central government is only once in 4 months. Quarterly only we collect data. Non-representative data sets are there. Equal capacity is not built across. And then now we have satellites and remote sensing images. However, these are at a very, very coarse resolution. We're talking about farmers and loans which happen at a smaller scale. Okay. So for this, we are combining paid and open source software and all the IoTs and Internet of Things sensors, all we want to integrate in this project. So how local IoTs aid in reduction of climate impacts? You have a lot of sensors. It gives near real-time or real-time monitoring. So in the car when we are coming, Srini sir and Sunil sir, we looked at the rainfall across yesterday and day before. This data sets that they have is very, very important. Like just last night's data, just an hour before data, we have it on our mobile. So we can plan for activities, we can plan for saving the crops, we can plan for storage. So all this data analysis will happen at IIT Bombay and here because we have a supercomputer, very high power computer systems. And then we can give advisories to community stakeholders like present here, village officers, village panchayat, BDO officers on regulating this climate adaptation plans and see how much loan can be taken from State Bank of India. So State Bank is just one bank, but once we have this as a larger scale, any bank will love to look at this in a long-term plan. So climate change mitigation adaptation is very, very key. So our partners and roles, as I said, SBI Foundation is the funder. So SBI has a lot of money and CSR they have to give 2%. So they created this foundation where they fund policies and then to see how EAD can be reduced. They came to IIT Bombay and then we wrote a proposal together with ICFOSS. And then Rudra is the technical partner, the data science partner at IIT Bombay, housed at CMind Center for Mission Intelligence and Data Science. And then we look at liaising with funders, talking with them in the language they agree, like reports and then in-depth discussions. ICFOSS is the implementation partner. We are not allowed to buy IoTs from some countries as well as SBI, but then we can procure from other countries which is allowed. So we brought a lot of sensors, it has been implemented and today the rollout will be happening. Then we collect all these stakeholder engagements and workshops. So with all this, what is happening is,
The future pathway, on the right side you see the climate models. These are the climate IPCC models and all the models that around the world is given for India and global south. You can see every model is failing. Okay, all these models are either outdated or the results are not correct because data is not representative. Microclimate data is not collected. So this is the strength of this project. We will give local data at a very, very high resolution and near real time. We also collect secondary data from the government and agricultural universities to see what crops they are growing, what is the land practices, etc. We will create a dashboard because policy makers like to see a dashboard. The one at the bottom is an example. I think we have a team that is going to make dashboards to give advisories. And then we will establish trends and causalities based on our AI/ML algorithms. And more importantly, we validate the climate models. Government of India has state climate action plans and national climate action plans. These are built on this data set, which is wrong. So right now we will challenge it, saying that we will have localized data and our farmers need this for climate projections and implementation. At the end of the day, we would like to do DSS and DSTs, which are decision support systems and decision support tools, where a stakeholder and a village administrative officer can readily log in, look at what metrics they need to use, see how much loan can be given or should a loan be taken, should the land be left barren for this year, go for next year agriculture, so on and so forth. And again, why did we pick Kerala? So when this project came to me, I could have picked any part in India because SBI Foundation was in Mumbai. We picked ICFOS because ICFOS has been part of this first IoT-enabled village. So we did the stakeholder workshop last year, and with so much data, it was very happy to see doctors, education people, agriculture, farmers, everyone talking about how this data can be very helpful. For example, cancer has been increasing in the Katakara district, and the doctor was very unhappy, saying that why is this happening? E. coli is leaching. Where is it leaching? We don't have data. So when this data is being procured through our implementation partners, we can have better understanding of the health issues, the agriculture issues. Therefore, the banks also will be benefiting on how much loan can be sanctioned. And we want to upscale it to other parts. And again, why we picked this Kerala part is because already this village has been identified, IoTs have been put, and this can be a driving model for other parts of India. So this is the first we're doing in India, so we will be upscaling it, and IIT Bombay will be very happy to look at the long run. So second round of funding is going to happen where you look at the long-term impacts of these. Long-term data collection will happen over a period of 5 to 6 years. So this I like to thank ICFOS for bringing me here and SBI Foundation, the funding office. All the government of Kerala dignitaries present here on the board, my FOSI team and all the funders for this. Thank you. Thank you, sir. അടുത്തതായി നമ്മുടെ IoT ഇംപ്ലിമെന്റേഷനെ പറ്റി നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി പ്രോജക്ട് മാനേജർ CDOH ICFOS മിസ്റ്റർ ഷിബി PM സാറിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ IoT ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാമാണ് നടത്തുന്നത്. ആക്ച്വലി ഇപ്പോൾ IIT ബോംബെ പ്രൊഫസർ കനൻ സർ എന്താണ് ഈ പ്രൊജക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്താണ് ഇതിൻ്റെ ആവശ്യം? ആക്ച്വലി ഈ നമുക്ക് ഒരു ലോക്കൽ എൻവയോൺമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോക്കൽ പഞ്ചായത്ത് വില്ലേജ് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഡേറ്റാസ് വളരെയധികം കുറവാണ്. ഈ സോയിൽ റിലേറ്റഡ് ആണെങ്കിലും നമുക്ക് കാലാവസ്ഥ റിലേറ്റഡ് ആണെങ്കിലും നമുക്കുള്ള ഡേറ്റ കളക്ഷൻ സംവിധാനങ്ങൾ വളരെ കുറവാണ്, ഡേറ്റാസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ കൂടുതൽ അനാലിസിസ് വർക്കൗട്ട് ചെയ്യാനോ അതിൽ നിന്നും കൂടുതൽ പ്രൊഡിക്ഷൻസ് കൊണ്ടുവരാനോ അതിന് കൂടുതലായിട്ട് നല്ല രീതിയിൽ അഡ്വൈസറി കൊടുക്കാനോ പറ്റുന്നില്ല എന്നൊരു കൺസേൺ. ആ ഒരു പ്രോബ്ലം ആക്ച്വലി നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ റോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ICFOSിൽ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ നാനോ ബ്ലോക്കിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് നാനോ ബ്ലോക്കിൻ്റെ കല്ലൂർ പഞ്ചായത്ത് ഏരിയയിലും പള്ളിച്ചേരി ബാലരാമപുരം ഏരിയയിലുമായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് റോൾ ചെയ്യാൻ വേണ്ടി അത് ബ്ലോക്കിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ ആളുകളും നമുക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രൊജക്റ്റ് എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാം. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏരിയ, അതായത് നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഏരിയയാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ക്ലൈമറ്റ് അസസ്മെൻറ്റ്
4 സോണായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷൻസ്, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ്, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഡിവൈസസ്, ഇത്രയുമാണ് നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സോണിലും ഓരോ ഡിവൈസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റെയിൻ ഡേറ്റ നമുക്ക് ആവശ്യമാണ്, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഡേറ്റ ആവശ്യമാണ്. ഇതെല്ലാം എല്ലാ സോണിലും വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക. സോ അങ്ങനെ ഓരോ സോണിൽ നിന്നുള്ള ഡേറ്റ കിട്ടിയാൽ മാത്രമേ, ലോക്കൽ ഡേറ്റ കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലുള്ള ഡേറ്റ അനാലിസിസും കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ ലൊക്കേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ആ ലൊക്കേഷൻസിലുള്ള ഡിവൈസസ് ഇൻസ്റ്റലേഷൻ കൊണ്ടുവരികയും ചെയ്തത്. ഇവിടെ ഡേറ്റ കളക്ഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് IC4 ആദ്യമേ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന ലോറാവാൻ നെറ്റ്വർക്കാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാനത് നമ്മൾ പല സ്ഥലത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ ഡിവൈസസ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ആണെങ്കിൽ അതൊരു എഡ്ജ് ഡിവൈസ് ആയിരിക്കും ആക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷൻസും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സിസ്റ്റംസും എല്ലാം നമ്മുടെ ഒരു എഡ്ജ് ഡിവൈസ് ആയിട്ട് നമ്മുടെ ഫീൽഡിലുള്ള ഡിവൈസസ് ആയിരിക്കും. ദെൻ അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നത് അത് വയർലെസ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലോറാവാൻ എന്ന് പറയുന്നതും ഇതുപോലെ വയർലെസ് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ലോങ് റേഞ്ചിൽ വൈഫൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇതിന് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് മാത്രമേ നമുക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ബ്ലൂടൂത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത്ര മീറ്റർ 3 മീറ്ററിനകത്ത് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ബട്ട് ലോറാവാൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു 2-3 കിലോമീറ്ററിനകത്ത് നമുക്ക് ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സോണിൽ നമ്മുടെ ഈ സോണിനെല്ലാം കവറേജ് കിട്ടുന്ന തരത്തിൽ ലോറാവാൻ നെറ്റ്വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ആദ്യമായിട്ട് IC4 ഇംപ്ലിമെന്റേഷൻ നടത്തിയത്. സോ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു 80 to 90% ഈ നാട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ലോറാവാൻ നെറ്റ്വർക്ക് സജീവമാണ്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഡാറ്റ, ആ നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്ത് എടുക്കുന്നത്. സോ ഈ ആർക്കിടെക്ചറിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ കളക്ഷൻ സിസ്റ്റം, അതായത് ലോറാവാൻ നെറ്റ്വർക്ക് കളക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഗേറ്റ് വേ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വൈഫൈ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഗേറ്റ് വേസ് ആയിരിക്കും നമ്മൾ അവിടെ ആക്ട് ചെയ്യുക. അത് ഔട്ട്ഡോറിൽ ചെറിയൊരു ടവറിലായിരിക്കും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നത്. സോ ആ ഗേറ്റ് വേക്ക് ചുറ്റും 2-3 കിലോമീറ്ററിനകത്തുള്ള ഡാറ്റ നമുക്ക് വയർലെസ്സിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഗേറ്റ് വേ എല്ലാം ഇന്റർനെറ്റ് ബേസ്ഡ് ആയിരിക്കും. ഇന്റർനെറ്റ് അധിഷ്ഠിതമോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രൊവൈഷൻ ഉള്ള ഒരു ഗേറ്റ് വേ സിസ്റ്റം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇതെല്ലാം ഒരു നെറ്റ്വർക്ക് സെർവറിലേക്കായിരിക്കും കണക്ട് ചെയ്ത് വരുന്നത്. ഒരു സിംഗിൾ നെറ്റ്വർക്ക് സെർവറിൽ എല്ലാ ഗേറ്റ് വേസും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരും. ദെൻ ആ നെറ്റ്വർക്ക് സെർവറിലായിരിക്കും നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് വേണമെന്നും ആ ഗേറ്റ് വേയും അതുപോലെ ഇവിടെയുള്ള എഡ്ജ് ഡിവൈസസ്, ഇപ്പോൾ റെയിൽവേസ് ആവാം, വെതർ സ്റ്റേഷൻസ് ആവാം, അതിനെല്ലാം മാനേജ് ചെയ്യുന്നതെല്ലാം ഇവിടെയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്മുടെ ഈ ഒരു മിഡിലും ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മുടെ ക്ലൗഡ് സെർവറിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ യൂസർ ഇന്റർഫേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. യൂസർ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ഡാറ്റ കാണുവാനും അതിന് അനാലിസിസ് നടത്തുവാനുമുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യൂസർ ഇന്റർഫേസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ ഇംപ്ലിമെന്റേഷൻ വന്നിരിക്കുന്നത് IoT ഗേറ്റ്വേസ്, ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷൻസ് 3 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ 1, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് 3, IoT ഗേറ്റ്വേസ് 4, അതൊരു ക്ലൗഡ് സെർവറിലാണ് ഇതെല്ലാം ഡിപ്ലോയ് ചെയ്ത് പോകുന്നത്. സോഫ്റ്റ്വെയർ ബാക്ക് എല്ലാം ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നതും ആക്ച്വലി IC4 തന്നെയാണ്. അതിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ അവിടെ റെഫറൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഗേറ്റ് വേസ്. 4 സ്ഥലങ്ങളിലാണ് ഗേറ്റ് വേസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇവിടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി എന്ന് നമ്മളൊരു ഗേറ്റ് വേ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ് വേയുടെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവുക. അതിൽ ഇതൊരു ഡിവൈസിന്റെ ഫോട്ടോയും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയുമാണ്. ഇതുപോലെ ഒരു പൈപ്പിലായിരിക്കും 6 മീറ്ററുള്ള ഒരു പൈപ്പിലായിരിക്കും നമ്മുടെ ഗേറ്റ് വേയും അതിന്റെ ആന്റിനയും ഫിക്സ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സോളാർ പാനലും ബേസ് ചെയ്തിട്ടുള്ള പവറിംഗ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും. സോ സോളാർ പവർ ബാറ്ററി ബാക്കപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ എപ്പോഴും ഓഗ്മെന്റഡ് ആണ്. സോ പവർ ലോസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈ 4 സ്ഥലങ്ങളാണ്. ഒന്ന് വാട്ടർ അതോറിറ്റിയുടെ തന്നെ പള്ളിച്ചലിലുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ മേളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പെരിങ്ങമലയും ഒരു വാട്ടർ ടാങ്കിന്റെ മേളിൽ നമ്മൾ ഗേറ്റ് വേസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലമാണ് ഗേറ്റ് വേ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും ഓപ്റ്റ് ചെയ്യണം. ബിക്കോസ് കൂടുതൽ കവറേജ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. സോ അതായത് നമുക്ക് മൊബൈൽ ടവറിൽ വയ്ക്കുന്നത് അത്യാവശ്യം ഹൈറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ മൊബൈൽ ടവറിൽ വെക്കാനുള്ള പ്രൊവിഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ
ഇതുപോലെയുള്ള നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളോ അല്ലെങ്കിൽ അതുപോലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളോ വാട്ടർ അതോറിറ്റിയൊക്കെയാണ് ഇതിന് ചൂസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ബാംഗ്ലൂർ എസ്എസ്സിന് നമ്മൾ ലീഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് 4 പൊസിഷൻസ്. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസിനകത്ത് നമുക്ക് കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് റെയിൻഫാൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയർ പ്രഷർ, വിൻഡ് വെലോസിറ്റി ആൻഡ് വിൻഡ് ഡയറക്ഷൻ. ഇത്രയുമാണ് നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷന് കളക്ട് ചെയ്യുന്ന ഡേറ്റ. ഇത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ശ്രീ ശാസ്ത്ര NSS ഓഡിറ്റോറിയം കല്ലൂരിൽ തന്നെയാണ്. അപ്പോൾ കല്ലൂരിൻ്റെ ഒരു സെൻട്രൽ ഇതായിട്ടാണ് നമ്മൾ ആ ഒരു വെതർ സ്റ്റേഷൻ വെച്ചിരിക്കുന്നത്. കാരണം കല്ലൂർ വളരെയധികം അഗ്രികൾച്ചർ നടക്കുന്നുണ്ട്. സോ ഇവിടെ ആ ഈ ഡേറ്റ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ അഗ്രികൾച്ചർ ടീമിനും. അതുപോലെ തന്നെ അഗ്രികൾച്ചർ കോളേജിനും ആ ഡേറ്റ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നതിനും അഗ്രികൾച്ചർ കോളേജുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിനും ഉള്ള കാരണം ഇനി അങ്ങോട്ടേക്ക് ഈ ഡേറ്റയുടെ സ്റ്റഡിയും ഡേറ്റ അനാലിസിസും IIT ബോംബെയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അഡ്വൈസറി കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ എല്ലാം അഗ്രികൾച്ചർ കോളേജിൻ്റെയും ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാമിനോട് സാറിനോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ. ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് റിക്വയർ ചെയ്തിരിക്കുന്നതാണ്. 3 സ്ഥലം സെയിം തന്നെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാണിയുണ്ട്, വാട്ടർ അതോറിറ്റി പോലീസിലുണ്ട്, ബാലനപുരം NSS ഉണ്ട്. ദെൻ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷൻസും നമ്മുടെ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷൻസും ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഡിവൈസും കുറേ പൊസിഷൻസിൽ തന്നെയാണ് ഡിപ്ലോയ് ചെയ്ത് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. സോ ഈ ഒരു പ്രോഗ്രാം റോൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിലാണ് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇൻസ്റ്റലേഷൻസിൻ്റെയും ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും. സോൺ ബേസ് ചെയ്താണ് ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനായ ഈ കോളേജിൻ്റെ ഡീനായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ മോറി സ്റ്റീഫൻസ്, പ്രിയപ്പെട്ട ഷാലിനി മാഡം, പ്രിയപ്പെട്ട ഡോക്ടർ സുനിൽ, ഡയറക്ടർ IC ബോസ്, പ്രിയപ്പെട്ട പ്രൊഫസർ കന്നൻജിനസ്വാമി സർ, IIT മുംബൈ, പ്രിയപ്പെട്ട ശ്രീ ഷഫീഖ് സർ, പ്രോജക്ട് മാനേജർ IC ബോസസ്, പ്രിയപ്പെട്ട ഇവിടെ പങ്കെടുത്തിട്ടുള്ള അജയ് ഘോഷ് സാർ, പ്രിയപ്പെട്ട പ്രസിഡന്റ് കരിയൂർ പഞ്ചായത്ത് സോമശേഖരൻ നായർ, നേമം പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വസന്തകുമാരി, മെമ്പർ ശ്രീമതി ലതകുമാരി, ശ്രീമതി ജയലക്ഷ്മി, ശ്രീ വസുന്ധരൻ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് കോർഡിനേറ്റർ നമ്മുടെ പ്രിയങ്കരായ ഹരികൃഷ്ണ സർ, പ്രിയപ്പെട്ട സർ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആദ്യമേ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി IIT മുംബൈയും അതുപോലെ തന്നെ IC ബോസസിനെയും മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള ഒരു പഠനം അല്ലെങ്കിൽ
തലമുറയിൽ നമുക്ക് എല്ലാ മേഖലയിലും, കാർഷിക മേഖലയിൽ എന്ന പോലെ എല്ലാ മേഖലയിലേക്കും അറിവ് സമ്മാനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനം കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ച് ഉള്ള പഠന വിഷയത്തിൽ പൂർണ്ണമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള നന്ദി അറിയിക്കും. ഇവിടെ കാർഷിക മേഖല ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് നേമം ബ്ലോക്ക് പഞ്ചായത്തിലെ പഞ്ചായത്ത്. ഞങ്ങൾ PMKSY പദ്ധതി പ്രകാരം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ പദ്ധതി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട വിധത്തിൽ കാർഷിക മേഖലയെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ സഹായം നൽകാൻ നീർത്തട മേഖലയിലുള്ള എല്ലാ കർഷകരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞു. പക്ഷെ വലിയ വികസനം ആധുനിക ലോകത്ത് സാങ്കേതിക വിദ്യയിൽ, വിവര സാങ്കേതിക വിദ്യയിൽ എല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, ഗ്രാമീണ മേഖലയിലെ കർഷകരെ ആകെ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് അവരെ കാർഷിക വൃത്തിയിൽ അവരെ നമുക്ക് എത്രത്തോളം കൈപിടിച്ചുയർത്താൻ കഴിയുമെന്നുള്ളതിലേക്ക് നമുക്ക് വളരെ സഹായകരമാകുന്ന രീതിയിൽ നമുക്ക് ഇതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വളരെ സന്തോഷം എന്ന് പറയുന്നത് IIT മുംബൈയും അതുപോലെ തന്നെ IC കോഴ്സസും നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ വലിയ ഒരു പദ്ധതി നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തി വരും. PMKSY പദ്ധതിക്ക് മുന്നിൽ തന്നെയാണ് നമ്മുടെ MLA, ബഹുമാനായ MLA IP സതീഷ്. അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞ ജലസമൃദ്ധി പദ്ധതി വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നു. നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പഠനങ്ങൾ നടത്താൻ ഈ കാലഘട്ടത്തിൽ കഴിയും. ജലസമൃദ്ധിയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നമുക്ക് ഏറ്റവും ഗ്രൗണ്ട് ലെവൽ, വാട്ടർ ലെവൽ കുറയുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു നേമം ബ്ലോക്ക് പഞ്ചായത്ത്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ബഹുമാനായ MLA കൊണ്ടുവന്ന ആശയത്തെ അതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ നമുക്കത് അത്തരത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വലിയൊരു സാധ്യതയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കർഷകരെ പൂർണ്ണമായിട്ടും കല്ലിയൂർ പ്രസിഡന്റിനൊക്കെ വലിയ സന്തോഷമാകും. കാരണം ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കർഷകരും ഉപജീവനം നടത്തുന്നവരാണ്. ഇന്നിപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ഓരോ നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്നത് പോലെ, ഞാൻ എവിടെ വായിച്ചു കേട്ടതുപോലെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ കാലാവസ്ഥയിലും വ്യത്യസ്തമായ ചേഞ്ചുകൾ ഉണ്ടാകും. 100 വർഷത്തിലൊരിക്കൽ ഒരു പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെ അതേ രീതിയിൽ നമുക്ക് പകർത്തിയെടുക്കാൻ സാധിക്കുകയില്ല, മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവര സാങ്കേതിക വിദ്യക്ക് അതിന് ഏറ്റവും ഫലപ്രദമായ ഒട്ടനവധി സംഭാവനകൾ ചെയ്യാൻ കഴിയും. ആ സംഭാവനകളെ നമുക്ക് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് താഴെത്തട്ടിൽ നമുക്ക് ഏത് തരത്തിൽ എത്താൻ കഴിയുമോ ആ തരത്തിൽ താഴെത്തട്ടിലേക്ക് എത്തുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കർഷകരെയും അതുപോലെ കാർഷിക വൃത്തിയെയും അതുപോലെ കാർഷിക മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള പ്രവൃത്തിയെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിലേക്ക് ഇത് ഉതകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, പുതിയ തലമുറയ്ക്ക് ഇത് ഒരു വലിയ പഠന വിഷയമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി IIT മുംബൈയും അതുപോലെ തന്നെ IC കോഴ്സസിനെയും ഇതിനെ ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നമ്മുടെ പ്രസിഡന്റിന്റെ അഭാവത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ നേമം ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ PR അജയ്കുമാർ സാറിനെ ക്ഷണിച്ചോളൂ.
ആശംസ പ്രസംഗത്തിനായി കല്ലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം സോമശേഖരൻ നായർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന നമ്മുടെ അഗ്രികൾച്ചർ കോളേജിൻ്റെ ശ്രീ വാസി സർ, നിയമ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിയമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയമം ബ്ലോക്ക് പഞ്ചായത്തിലെ മറ്റു ഉദ്യോഗസ്ഥര്, വീഡിയോ ശ്രീ അജയ് ഘോഷ്, IIT മുംബൈയിൽ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സയന്റിസ്റ്റ്, ICFOSന്റെ നേതൃത്വം വഹിക്കുന്ന പ്രോജക്റ്റ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ ഉദ്യോഗസ്ഥന്മാർ, അതേപോലെ SBIയുടെ നമ്മുടെ ഫണ്ടിംഗ് ഏജൻസിയാണ് SBI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ, പ്രിയപ്പെട്ട സഹോദരൻ, നിയമം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഈ വർഷം നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയ്ക്ക് കർഷകർക്ക് ഏറ്റവും ഗുണകരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചത്. ഇതിന്റെ പഠനങ്ങൾക്ക് നേരത്തെ സെമിനാറുകളും പഠനത്തിനും പങ്കെടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോഴും കഴിഞ്ഞ 4 ദിവസമായിട്ട് കാർഷിക മേഖല നേരിടുന്ന ദുരന്തങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുക. കാലവർഷം തുടങ്ങുന്നു എന്ന് പറയുമ്പോഴും കാലവർഷം തുടങ്ങുന്ന പ്രവചനത്തിന് ആ പ്രവചനത്തിന് തൊട്ട് മുമ്പിൽ പ്രതീക്ഷ തൊട്ട് മുമ്പ് തന്നെ പ്രകൃതിക്ഷോഭം ആരംഭിക്കും. ശക്തമായ മഴയില്ല. കല്ലിയൂർ പഞ്ചായത്തെ സംബന്ധിച്ച് ആയിരക്കണക്കിന് വാഴയും അതുപോലെ മറ്റ് കാർഷിക മേഖലയുമാണ് തകർന്നടിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. വായ്പ എടുത്തും മറ്റ് മേഖലകളിൽ നിന്നൊക്കെ സമീപിച്ച് കൃഷി ചെയ്ത കർഷകർക്ക് ഏറ്റവും വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നിയമം ബ്ലോക്ക് പഞ്ചായത്ത് തീർത്തും ഇന്നോവേറ്റീവായി നമ്മുടെ സംസ്ഥാനത്ത് ഇന്നോവേറ്റീവായി ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ പൂർണ്ണമാക്കിയിരിക്കും. അതങ്ങേയുടെ സന്തോഷമുണ്ട്. നിയമം ബ്ലോക്ക് പഞ്ചായത്തിന് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു, കാട്ടാക്കട കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ജലസമൃദ്ധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രകൃതിയിൽ വിവിധ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് UN അസംബ്ലി വരെ നമ്മുടെ നിയമം ബ്ലോക്കിന്റെ പേര് എത്തിച്ചേർക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ടുള്ള നിയമം ബ്ലോക്ക് കാട്ടാക്കട മണ്ഡലത്തിന്റെ കൂടെ ഇപ്പോഴത്തെ ഭാഗമായിട്ട് തൊട്ടടുത്ത് ചേർന്ന് എടുക്കുന്നു നമ്മുടെ കല്ലിയൂർ പാറ്റാറ് പഞ്ചായത്ത് നിയമം ബ്ലോക്കിന്റെ ഭാഗത്തിലൊക്കെയാണ് നിയമം ബ്ലോക്ക് പഞ്ചായത്ത് PMKC ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. നിയമം ബ്ലോക്കിന്റെ രംഗത്ത് അഭിനന്ദിക്കുന്നു. ICFOSനെ അഭിനന്ദിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ പഠനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ IIT മുംബൈ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഇതിന് എല്ലാ സപ്പോർട്ടും തരുന്നു നമ്മുടെ അഗ്രികൾച്ചർ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട അഗ്രികൾച്ചർ കോളേജ് ഡീൻ ഡോക്ടർ OS പീറ്റർ സാറിനെ ക്ഷണിച്ചു. Dr. Salim Pillai, Associate Director of Research and President of Economy, Vice President, Neymar Block Panchayat, Professor Kanan from IIT Bombay, Director ICFOS, other officials from Block Panchayat, other
പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. അഗ്രികൾച്ചർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന എല്ലാ പ്രോഗ്രാംസിലും വളരെ കാര്യമായ ഒരു സഹകരണം, അത് സാങ്കേതികപരമായി ടെക്നിക്കലി എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് ഞങ്ങൾ വളരെയധികം പോസിറ്റീവാണ്. ഇതൊരു കാലാവസ്ഥാ വ്യതിയാനം നല്ലൊരു ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, വളരെ ചെറിയ ഒരു ഇഷ്യൂ അല്ല. ഞാൻ IMBയുടെ ഡയറക്ടർ ഒരു ടോക്ക് കേട്ടിരുന്നു, ഈ മൺസൂണിന്റെ ഒറിജിനൽ നമ്മൾ ഏറ്റവും വളരെ നേരത്തെ, ഞങ്ങൾ 27-ാം തീയതി പഠിച്ച് വളരെ നേരത്തെ തന്നെ മൺസൂൺ നമ്മുടെ കേരളത്തിൽ എത്തിക്കുന്നു. ഇതിന്റെ ആ വേരിയബിൾസിന്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ച് IMBയുടെ ഡയറക്ടർ ഒരു ഡിസ്കഷനിൽ ഡൽഹിയിൽ വെച്ചിട്ട് എനിക്കൊന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രഡിക്ഷന്റെ കോംപ്ലക്സിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടുകാർ വളരെ കാര്യമായിട്ട് പറയുന്ന മഴ പെയ്യുന്നു പറഞ്ഞാൽ ഒന്നും പേടിച്ചില്ല, ഇതെവിടുന്നോ വരുന്ന കാറ്റാണ്, കോണ്ടിനെന്റൽ കാറ്റാണ്. അപ്പോൾ അതിൻ്റെ ഓഷ്യൻ കറൻസിൻ്റെയും ടെമ്പറേച്ചർ എല്ലിനോ പോലുള്ള വലിയ ഇഷ്യൂസുമായിട്ടാണ് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ഥാപിക്കുന്ന ഈ ഒരു സാങ്കേതിക വിദ്യ നമുക്ക് വളരെ പ്രിസൈസായി മെഷർ ചെയ്ത് അതിൻ്റെ ബേസിസിലുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നടത്താൻ നമുക്ക് പറ്റും. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ കർഷകർക്ക് ഈ ഇൻഷുറൻസ് നടത്തുന്നത് തന്നെ ഈ ഒരു വെതർ ബേസ്ഡ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് അനുസരിച്ചിട്ടാണ്. നമ്മളിവിടെ നിന്നുള്ള ശാസ്ത്രജ്ഞർ അതിനകത്ത് പങ്കെടുക്കുന്നതായിട്ട് അപ്പോൾ ഇതിൽ ഡാറ്റ ഷെയറിംഗ് ആണ് an important aspect, because we have almost 34 academic departments here with the specialists from agronomy, horticulture, plant protection, etc. And agriculture meteorology we have. So I think based on the data, we will be able to give very precise advisory to the farmers. So that can be done. And we can add some more IoT sensors based on the soil quality and all, so that we will be able to give some more warning or predictions on that. The impact of climate change on soil characteristics, etc. And because climate change, as I said, like it's a complex issue, so we require continuous research and development in this aspect. And what we have, what we can offer is maybe Dr. Pennan from IIT was telling, the quality of data is important. So we have very good quality students here in our institution. We have almost 1,100 students studying in these institutions, starting from diploma, BSc, MSc, PhD programs. And we admit the students to national level entrance examinations. So we are confident in their competence and capability of our graduate and postgraduate students. So our graduate students can be utilized for collecting quality data. So we'll be able to validate the data also that we have collected. And the field level monitoring also can be done. And maybe we can integrate that with some remote sensing data also, so that field level validation will be a little more easier. So that type of technical collaboration can be thought of between ICFOS and IIT with Kerala Agriculture University. So it's a good initiative, because our target group is of course the public, and being Agriculture University, most precisely the farming community. So I really appreciate that you have selected this campus as the venue for this particular rollout program. And we offer all support. ഇന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു, ഒരാളുടെ തന്നെ 2000 വാഴ ഒടിഞ്ഞു പോകാന്ന് പറയുന്ന ഒരു വിഷയം. അത്ര വളരെ സീരിയസ് ഇഷ്യൂ ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതെല്ലാം നമ്മൾ റിസർച്ച് ആസ്പെക്ട്സ് വേണ്ടി വരും. കുറച്ചുകൂടെ ഷോർട്ട് സ്റ്റേച്ചർ ആയിട്ടുള്ള അങ്ങനെയുള്ള വാഴയുടെ ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള പ്രഡിക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടേം അഡ്വൈസറീസ്, ഇന്നത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കുടിച്ചേരി കണ്ടിട്ട് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളെ കുറിച്ചോ ഒക്കെ ഒരു വാണിംഗ്സ് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ നമുക്ക് ആലോചിക്കാം. ഈ ഒരു ഡാറ്റ ഷെയറിംഗ് ഇപ്പോൾ നിയമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവ് really appreciate, and we request all the handholding and support from the ICFOS team also, because your technical expertise is required. We have recently started a Center for Digital Agriculture in our campus for the first time at the university. So now it's the era of digital technology. So if we can integrate this agriculture science with the latest technologies, I think definitely the team will benefit. So we have an agriculture pool who are thorough in the agriculture science. So with the technical support that we get from the IIT and also the programming and other aspects of ICFOS, we'll be able to deliver something
and I wish all success for this particular program and the collaboration between all these three associations. Thank you. Thank you, sir. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി RS വസന്തകുമാരി, ചെയർപേഴ്സൺ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നേമം ബ്ലോക്ക് പഞ്ചായത്ത്. വേദിയിലും സ്വാധീനിക്കുന്ന ബഹുമാനിയെ നേമം ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയിൽ ഒരു പുതിയ ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമസഭകളിലൊക്കെ തന്നെ കർഷകരുൾപ്പെടെ പങ്കെടുക്കാറുണ്ട്. അതിൽ തന്നെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും, അതിൽക്കുണ്ടാകുന്ന ആ നാശനഷ്ടങ്ങൾ ഈ കാർഷിക മേഖലയ്ക്ക് കർഷകരെ തന്നെ വളരെ സങ്കടത്തിലാഴ്ത്തുന്നു. ഇപ്പോൾ തന്നെ കല്ലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റുകൾ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ജയലക്ഷ്മി മുറത്തോടെ പറഞ്ഞു, 5000-ഓളം വാഴ ഒടിഞ്ഞുപോയ ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ ബാങ്ക് ലോണും മക്കളെ ആക്രമണവും ഒക്കെ പണയം വെച്ചാണ് ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അവരെയൊക്കെ സംരക്ഷിച്ച് അവരുടെ കൃഷി മേഖലയ്ക്ക് തന്നെ ഒരു പുത്തൻ ഉണർവ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന IIT മുംബൈ, അതുപോലെ IC ഫോഴ്സ്, അതുപോലെ തന്നെ വെള്ളയാണി കാർഷിക കോളേജ് എന്നീ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തും അതിനോടൊപ്പം തന്നെ സംയുക്തമായിട്ട് ഉണ്ട്. ഞങ്ങളുടെ കർഷകരെ വളരെ നല്ല രീതിയിൽ അവർക്ക് കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് തുടർന്ന് ഞങ്ങൾക്ക് എല്ലാവിധ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ അവസാനിപ്പിക്കും. താങ്ക് യു മാം. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ശ്രീ വസുന്ധരൻ സർ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ പൂങ്കുളം, അദ്ദേഹത്തെ ക്ഷണിച്ചു. കാലാവസ്ഥാ പഠനത്തിലൂടെ കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ്, അതുപോലെ തന്നെ കർഷകർക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതുമായ കാലാവസ്ഥാ വ്യതിയാനത്തിനെ കുറിച്ച് പഠനം നടത്തുവാനും അതിന് അനുസൃതമായ രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായി നേമം ബ്ലോക്ക് പഞ്ചായത്തിലെ 7 പഞ്ചായത്തുകൾ ഉണ്ടെങ്കിലും ഇതിൽ കല്ലിയൂർ, അതുപോലെ തന്നെ പള്ളിച്ചൽ, ബാലനാപുരം ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നേമം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാന പഠനത്തെക്കുറിച്ചുള്ള ഉദ്ഘാടനവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പഠന ഗവേഷണങ്ങളെ കുറിച്ചുള്ള ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയങ്കരായ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ കോളേജിന്റെ ഡീൻ, പ്രൊഫസർമാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, ജീവനക്കാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ ഈ അഗ്രികൾച്ചർ കോളേജ് നിലവിൽ വന്ന കാലം മുതൽ തന്നെ എൻ്റെ ജനനവും തുടങ്ങി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രോത്സാഹനം ലഭിക്കുകയും കാർഷിക മേഖല ഈ പ്രദേശത്ത്, ഈ ജില്ലയിൽ തന്നെ ഈ ഒരു കിടാക്കിളക്കായി ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയത് നമ്മുടെ ഏഷ്യയിൽ തന്നെ തുടക്കം കുറിച്ച ഒരു അഗ്രികൾച്ചർ കോളേജാണ്.
1955 ഈ കോളേജ് തുടങ്ങിയത്. ഈ പ്രദേശത്തെ സാധാരണക്കാരായ നിർദ്ധരായ പാവപ്പെട്ട ജനങ്ങളെ ഈ കോളേജിലേക്ക് ആകർഷിക്കുകയും ഈ കോളേജിന്റെ വിശാലമായ ഭൂപ്രകൃതിയിൽ അവർ കാർഷിക വിളകൾ അത്യാധുനികമായ വിത്തുകളും വളങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക വൃത്തി നടത്തുകയും അത് ക്രമേണ സമീപ പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ പാവങ്ങളുടെ പട്ടിണി അകറ്റുവാൻ ഒരു നാങ്ങി കുറിച്ച ഈ കോളേജാണ്. ഈ കോളേജിന്റെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് തന്നെ ഇവിടെ ഇപ്പോഴും കൃഷി നടത്തുന്നുണ്ട്. ഈ കൃഷി സാധനങ്ങളെല്ലാം ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമല്ല, ജില്ലയിൽ മാത്രമല്ല, അതുപോലെ തന്നെ വിദേശത്ത് പോലും ഈ ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ തന്നെ കയറ്റി അയക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ഈ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഒക്കെ കൂടുതൽ വിളവ് ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ആ ഉൽപാദനങ്ങളൊക്കെ തന്നെ വിവിധങ്ങളായ വിഭവങ്ങളാക്കി മാറ്റി നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനം വരുത്തുവാനുള്ള ഒരു 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 അവസ്ഥയിലേക്ക് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഡാഷ്ബോർഡിനെ പറ്റി ഒരു ഓവർവ്യൂ തരുന്നതിനായി ഐസിഫോസിലെ റിസർച്ച് അസോസിയേറ്റ് ഗൂഗിൾ എവിയെ ക്ഷണിച്ചു. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ടത് ടെമ്പറേച്ചർ. നമ്മൾ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആണ് നമ്മളവിടെ റീഡ് ചെയ്തെടുക്കുന്ന പാരാമീറ്റേഴ്സ്. അതിൽ ഫസ്റ്റ് ടെമ്പറേച്ചർ നിങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു തരാം. ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ, പ്രഷർ, വിൻഡ് സ്പീഡ്, വിൻഡ് ഡയറക്ഷൻ. ഫസ്റ്റ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ ആണ്. നിങ്ങൾക്ക് കാണാൻ നമ്മൾ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. ഓരോ സോണിലുള്ള ടെമ്പറേച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ വിസിബിൾ ആയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സ്കെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എത്രയൊക്കെ ഏത് റേഞ്ചിനകത്തേക്ക് വരുന്നോ അതിനനുസരിച്ച് ഇവിടെ കളർ ചേഞ്ചസ് ഉണ്ടാവും. നമുക്കിപ്പോൾ വേറൊരു സ്ഥലം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 24 മണിക്കൂറിലെ സ്പാനിലെ ഡാറ്റയും ഇവിടെ കാണാനായിട്ട് വരും. ഈ താഴെ കാണിക്കുന്നത് 24 ഹവറിലാണ്. അപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഇവിടെ ഡാറ്റ വിസിബിൾ ആയിരിക്കും. പിന്നീട് ഞാൻ ഹ്യൂമിഡിറ്റി എടുക്കാം. 4 സോണിലുള്ള ഹ്യൂമിഡിറ്റിയാണ്. അതിപ്പോൾ ഏകദേശം ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടില്ല. റെയിൻഫോൾ മഴയുടെയാണ്, മഴയുടെ അളവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓരോ സ്ഥലത്തേക്കും മാറ്റി സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഇതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള 24 ഹവർ ഡാറ്റ താഴെ ഇങ്ങനെ കാണാനായിട്ട് വരും. ഇപ്പോൾ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം എത്ര ലെവലെത്തുമ്പോഴത്തേക്കുമാണ് നമ്മൾ ആ കളർ ചേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1 മണിക്കൂറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ലെവലിൽ മുകളിൽ പോയി കഴിഞ്ഞാലും അത് നമ്മൾ റെഡ് ഇൻഡിക്കേഷൻ വരും. 24 മണിക്കൂറിൽ ആ ഒരു മാക്സിമം ത്രെഷോൾഡിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് അനുസരിച്ച് ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാവും. ഇത് പ്രഷറാണ്. പ്രഷർ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു AWS നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ആ AWSനെ ബേസ് ചെയ്താണ് ഈ 4 സോണുകളിലും പ്രഷർ പറയുന്നത്. അതുപോലെ തന്നെ വിൻഡ് സ്പീഡ്, അതായത് കാറ്റിന്റെ വേഗത, പിന്നെ വിൻഡ് ഡയറക്ഷൻ, അതിന്റെ ദിശ. ഇനി ഇൻഡിവിജ്വൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളായണി കാണുന്നുണ്ടെങ്കിൽ വെള്ളായണിയുടെ ഡാഷ്ബോർഡാണിത്. വെള്ളായണിയിലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ ഇത് കാണാനായിട്ട് വരും. അതുപോലെ തന്നെ പള്ളിച്ച പാലക്കാട് ഇതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മഴ. നമുക്ക് കാണാം ഇത് നമ്മൾ 15 മിനിറ്റിലൂടെ ഡാറ്റ എടുക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ 24 മണിക്കൂറിന് സ്പാൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിൽ നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്ന
പാരാമീറ്റേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിന്റെ ഒരു മാപ്പ് വ്യൂ ആണ് ഇതിനകത്തേക്ക്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ കറന്റ് എന്താണോ അവിടെയുള്ള പാരാമീറ്റർ അതാണ് നമ്മളിവിടെ കളർ പാറ്റേൺ വെച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. താങ്ക് യു. താങ്ക് യു സോബിൻ. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ നേമം ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ പി അജയ് ഗോഡ് സാറിനെ ക്ഷണിച്ചു. അടുത്തതായി ഒരു ചേഞ്ച് ഉണ്ട്. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ശ്രീമതി ജയലക്ഷ്മി മാം ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ഫോമർ ടെലിയോ പഞ്ചായത്ത് പ്രസിഡന്റ് മാമിനെ ക്ഷണിച്ചു. ബഹുമാനമുള്ള എല്ലാവർക്കും വേണ്ടിയതായ നമസ്കാരം. ഇന്ന് പറയാതെ ആദ്യം പറയില്ല എന്നാണ് വിചാരിച്ചെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ചേഞ്ച് കർഷകർക്കുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കാലം കഴിയാറായ വരും തലമുറയ്ക്ക് ഒരു ഉന്മേഷവും എല്ലാം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ഈ ചേഞ്ച്. ഇന്നലെ മഴ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മുൻകരുതൽ നാശനഷ്ടം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറേ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ കഴിയും. പെട്ടെന്ന് വന്ന മഴ കാരണം പലർക്കും വീട് നഷ്ടപ്പെടുകയും ഒരുപാട് വാഴകൾ ഇന്നലെ തന്നെ പറഞ്ഞു ഒരാൾക്ക് 300ഓളം കപ്പ വാഴയാണ് ഒരേ പരുവത്തിൽ വാങ്ങി വീഴുന്നത്. അതെന്ത് ചെയ്യുന്നു ഒരു പിടിയില്ലാതെ ആ കർഷകൻ നിന്ന് സങ്കടപ്പെടുന്നത് കാണാൻ കഴിയും. ഏകദേശം കല്ലൂരി പഞ്ചായത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 5000-ഓളം വാഴകൾ നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ആറുണ്ട്. ഇന്നലെ തന്നെ ഒരു മഴയത്ത് ഒരു വീട്ടിൻ്റെ മേൽക്കൂരയിൽ പകുതി പോയി നഷ്ടപ്പെട്ടു. നമുക്ക് ആവശ്യം നമ്മുടെ കർഷകരെ ഉന്നതതലത്തിൽ എത്തിക്കുക എന്നതാണ്. മറ്റ് ജോലിയെല്ലാം ഉപരിയില്ല നമ്മുടെ ഭക്ഷണം തരുന്ന നമ്മുടെ കർഷകരാണ്. അവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം. ഇതിൽ നിന്ന് വരുന്ന മാറ്റം ഒരുപക്ഷെ നമുക്ക് അവരെ വളരെയധികം മുൻകരുതലോടെ മുൻകൈ കൊണ്ടുപോകാൻ കഴിയും. അതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻകൈ എടുത്ത് നല്ലതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോജക്റ്റ് വാട്ടർഷെഡിലെ നമ്മുടെ പഞ്ചായത്തും പാലാരിക്കും കുറച്ച് ഭാഗം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നേമം ബ്ലോക്കിന് കിട്ടിയെങ്കിൽ ഈ 2 പഞ്ചായത്ത് ഒഴിവാക്കി തന്നു. കല്ലൂരി പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് സങ്കടം വന്നതെന്ന് വെച്ചാൽ പള്ളിച്ചൽ തോട് മുതൽ ആറാട്ടുകടവുള്ള തോടിലെ ഇരുവശത്തുമുള്ള കർഷകരെ ഈ വെള്ളം വന്ന് കഴിയുമ്പം കർഷകരുടെ ഈ വെള്ളം മൊത്തം തോട് കവിഞ്ഞ് വയലിലോട്ട് പോയി വയലിലെ കൃഷി മൊത്തം നശിച്ചു പോകണം. എത്രയും കാലം കൊണ്ട് ഇത് സർക്കാരിലോട്ട് പറഞ്ഞു വന്ന് താഴ്ന്നു കിടക്കുകയാണ്. ഇപ്പോഴത്തെ മഴയത്തും ഒരുപക്ഷെ ആ പള്ളിച്ചൽ ആ ഭാഗത്തുള്ള വയലൊക്കെ നിറഞ്ഞാണ് വെള്ളം കൊണ്ട്. ഈ വാട്ടർ ഷെഡ് അന്ന് കല്ലൂരി പഞ്ചായത്ത് അതിൽ കൂടെ ചേർത്തിരുന്നെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് 2 കരയും സുഖമായി കെട്ടി നമ്മുടെ പഞ്ചായത്തിന് രക്ഷപ്പെടുത്താമായിരുന്നു. പള്ളിച്ചലും കല്ലൂരും ചേർന്ന ഭാഗമാണ് ഈ പള്ളിച്ചൽ തോട് മുതൽ ആറാട്ടുകടവുള്ള തോട് വരെ. അത് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോഴും നമ്മുടെ പ്രോജക്റ്റിൽ കല്ലൂരി പഞ്ചായത്തിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ലക്ഷം രൂപയൊക്കെ വെച്ചിട്ട് ഇതിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നേമം ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. അത് ഈ ആനുകൂല്യത്തിനൊന്നുമല്ല, നമുക്ക് സ്കിൽ ഡെവലപ്മെന്റിൽ 1ാം സ്ഥാനം വരാനും നമ്മുടെ നേമം ബ്ലോക്കിനെ അതിൽ ഈ പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് അപൂർവമായി മാറും. പൂർണ്ണത എത്തൂല. പൂർണ്ണതയിൽ എത്താത്തത് കൊണ്ട് അതിനെയും കൂടെ എടുത്തുകൊണ്ട് എനിക്ക് അതിൽ ഭയങ്കരമായ സന്തോഷം ഉണ്ടായിരുന്നു. നിസാം സാറിനോട് ചോദിച്ചവൻ പറഞ്ഞ് അത് കല്ലൂരി പഞ്ചായത്തിനെ ഒഴിവാക്കിയത് ഞങ്ങളല്ല, സാറ്റലൈറ്റാണ്. അത് ഞാൻ ചോദിച്ചു ഏത് വീശർ കൊണ്ടാണ് സാറ്റലൈറ്റ് മറിച്ചു കളഞ്ഞെന്നാണ് ചോദിച്ചത്. കല്ലൂരി പഞ്ചായത്തിന് എത്രയും വളരെ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് കർഷകർക്കുള്ളത്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യണതും എവിടെയും കേൾക്കാം കല്ലൂരിലുള്ള കൃഷി കല്ലൂരിലുള്ള മലക്കറിയാണെന്ന് ചാലകര പോണ കല്ലൂരി പഞ്ചായത്തിലാണ്. ആ പഞ്ചായത്തിനാണ് ഒഴിവാക്കുന്നത്. അതിൽ വളരെ സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം കല്ലൂരി പഞ്ചായത്തിനെ അതിൽ കൂടെ ചേർത്തതിന് വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ വരുന്ന തലമുറയായ കർഷകർക്ക് നല്ലൊരു ഇതായി ഇന്നത്തെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയ നമ്മുടെ കാർഷിക കാളയിൽ സഹകരിച്ചതിനും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ബ്ലോക്കിനും നന്ദി പറയുന്നത്. ഇങ്ങനെയെങ്കിലും വരുന്ന തലമുറയെ നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയും കർഷകരെ എന്നുള്ള ഒരു വിശ്വാസം കൂടെ ഉണ്ട്. നമസ്തേ. താങ്ക് യു മാം. അടുത്തതായി പി അജയ് ഗോഡ് സർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ നേമം ബ്ലോക്ക് പഞ്ചായത്തിലെ ആശംസയ്ക്കായി ക്ഷണിച്ചു.
ഈ കോളേജിൻ്റെ ഡീൻ, അതുപോലെ തന്നെ വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രനായർ, ഇവിടെ എത്തിയ നമ്മുടെ IIT മുംബൈയുടെ പ്രൊഫസർ മിസ്റ്റർ പെനൻ, അതുപോലെ തന്നെ ICFOSന്റെ ബഹുമാന്യനായിട്ടുള്ള ഉദ്യോഗസ്ഥരെ, കലിയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഹുമാന്യനായിട്ടുള്ള പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പേഴ്സ്, ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാന്യർ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് IoT ലെവലിലേക്ക് ഉയരാൻ നമുക്കറിയാം. നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു ഫണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് IoT എനേബിൾഡ് ആക്കുക. കഴിഞ്ഞ വർഷം ഇതേ സമയമാണെന്ന് തോന്നുന്നു കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ അവിടെ നേതൃത്വത്തിൽ IoT എന്നുള്ള ഒരു ജാഗൻ ഞാൻ ആദ്യമായി കേൾക്കുന്നത്. എന്താണ് IoT എന്ന് മനസ്സിലായില്ല. അപ്പോൾ MLA എന്നോട് പറഞ്ഞു വീഡിയോ ഒന്ന് ആ മീറ്റിംഗിൽ ഒന്ന് പങ്കെടുക്കണം. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നേരത്തെ ഇവിടെ മിസ്റ്റർ പെനൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ വന്നിരുന്ന കർഷകർ, അതുപോലെ തന്നെ ഇൻക്ലൂഡിംഗ് ഡോക്ടേഴ്സ്, അതർ പ്രൊഫഷണൽസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുക. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇങ്ങനെ ഒരു ആശയം നമുക്ക് എന്തുകൊണ്ട് നടപ്പിലാക്കിക്കൂടാ? അപ്പൊ അതിന്റെ ഉച്ചയായപ്പോൾ തന്നെ ആ സെക്ഷൻ എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവിടെ നടന്ന ഓരോ സംഭവ വികാസങ്ങളെയും ഞാൻ അവിടുത്തെ കൃഷി ഓഫീസിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്നുള്ള ഒരു പ്രോജക്റ്റിൽ ഇത് എങ്ങനെ ഇതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും അത് ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് നമുക്ക്. അതായത് എയർ ക്വാളിറ്റി ആയിരുന്നാലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ ആയിരുന്നാലും റെയിൻ ഗേജ് ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻസ് ആണ് അതിനകത്ത്. എന്തുകൊണ്ട് അതിനെ ആ പ്രൊവിഷൻസിനെ IoT ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI തലത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൂടാ? ആ ചിന്തയാണ് തീർച്ചയായിട്ടും ഭരണസമിതിയോട് ഡിസ്കസ് ചെയ്ത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പൂർണ്ണമായും അനുമതി നൽകിക്കൊണ്ടാണ് നമ്മൾ IoT എന്ന ലെവലിലേക്ക് വരുന്നത്. അപ്പോഴും മറ്റൊരു വിഷയം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ വാട്ടർഷെഡ് ഏരിയയിൽ മാത്രമേ അവിടെ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയുള്ളൂ. അവ ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫാമേഴ്സ് ഏറ്റവും കൂടുതൽ ഉള്ളതും നമ്മുടെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്താണ്. അവ പ്രസിഡന്റ് സൂചിപ്പിച്ച് കല്ലിയൂർ പഞ്ചായത്തിനെയും കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് സംസാരിച്ചു. പ്രസിഡന്റ് വളരെയധികം സപ്പോർട്ട് നമുക്ക് നൽകിയതിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ചെറിയൊരു ഫണ്ട് കൊണ്ട് മാത്രം ഈ പറയുന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ചെറിയ പോർഷൻ, അതായത് എരുത്താവൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ മാത്രമേ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൽ വരൂ. അവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വാഴകൃഷി ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളതും അവിടെ തന്നെയാണ്. ഇവിടെയാണെങ്കിൽ നെൽകൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആൾക്കാരുള്ളത് നമ്മുടെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലാണ്. പച്ചക്കറി ആയാലും വെജിറ്റബിൾസ് ആയിരുന്നാലും ഫ്രൂട്ട്സ് ആയിരുന്നാലും ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന കല്ലിയൂർ പഞ്ചായത്ത്. മാത്രമല്ല അഗ്രികൾച്ചർ കോളേജ് ഉണ്ട്, അവിടെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് പങ്കെടുക്കാൻ 3 ലക്ഷം രൂപ നമുക്ക് മുടക്കേണ്ടതായിട്ടുണ്ട്. ആ ആശയം നമ്മൾ തീർച്ചയായും ICFOSന്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവര് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും പൈസ മുടക്കി കല്ലിയൂർ പഞ്ചായത്തിനെ കൂടെ ഉൾപ്പെടുത്താം. അപ്പോഴാണ് നമുക്കറിയാം ഇലക്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ വർഷത്തെ ഫണ്ട് എല്ലാം പോയി. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനേക്കുള്ള സോഴ്സ് ഓഫ് ഫണ്ട് നമുക്ക് കിട്ടുക? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു കത്ത് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. വളരെയധികം സന്തോഷം. IIT മുംബൈ അവിടെ കോർപ്പറേറ്റ് റെസ്പോൺസ് ഫണ്ട്, അതായത് CSR ഫണ്ട്, SBI ഫൗണ്ടേഷൻ നൽകുന്ന ഈ കാര്യങ്ങളിലേക്ക് വേണ്ടിയുള്ള ഫണ്ട് നമ്മുടെ നേമം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ഒരു ദിവസമാണ്. അത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും മറ്റുള്ള അംഗങ്ങളോടും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ ഏറ്റവും സന്തോഷകരം ആ ഒരു നിമിഷം. അപ്പോ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ച്, ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ തുടങ്ങിയ ഒരു ആശയം, അത് ആ ഒരു ആശയം കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഇത് ഈ IoT എന്ന് പറയുമ്പോൾ സ്കൂളിലെ HM-നോടൊക്കെ ഇതിന്റെ ഒരു ലോറാവാൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് IoT? ഇത് എന്തെങ്കിലും ഒരു ഭീകരമായിട്ടുള്ള സാധനമാണ്, കുട്ടികൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? അവൻ മലയാളത്തിലേക്ക് കൃത്യമായിട്ട് ഇത് റെയിൻ ഗേജ് പോലുള്ള സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ജാർഗൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരുന്ന തലമുറയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോ തുടങ്ങിയ ഒരു 50 ലക്ഷം രൂപ ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ നമ്മളത് പൂർണ്ണമായും സെക്രട്ടറി ആണത് ഇംപ്ലിമെന്റ് ചെയ്യും. ആ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് ICFOS എന്ന് പറയുന്ന ഒരു സ്ഥാപനവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IIT മുംബൈ ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ബ്ലോക്ക് പഞ്ചായത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ ഫാമേഴ്സിന് വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി
നമുക്ക് കഴിയും. നമ്മൾ സാധാരണ ബ്ലോക്ക് പഞ്ചായത്തിൽ ചെയ്യാൻ വേണ്ടി കഴിയുക കൂലിച്ചെലവ് സബ്സിഡി ഉൾപ്പെടെയുള്ള നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് വിധിച്ചു കൊടുക്കുക മാത്രമാണ്. അതിനപ്പുറമായിട്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ബാക്കിയുള്ള 7 ഗ്രാമപഞ്ചായത്തുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കർഷകർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാര്യം, ഈ വരുന്ന കാറ്റ് ഇത്ര സെന്റിമീറ്ററിലേക്ക് കാറ്റ് വരികയാണ് അല്ലെങ്കിൽ മഴ വരികയാണ്, വിൻഡ് സ്പീഡ് ഇത്രയാണ് എന്ന് കർഷകരുടെ അവിടെ കയ്യിലുള്ള ഡിവൈസിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒരു റോൾ ഔട്ടാണ് നടക്കുന്നത്. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി നന്ദി പ്രകാശനത്തിനായി സെക്രട്ടറി ആൻഡ് രജിസ്ട്രാർ ഐസിഫ് ശ്രീ ബിജുമോൻ ജോസഫ് സാറിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഡ്യൂട്ടി ഇവിടെ വന്ന ക്ലൈമറ്റ് സ്ട്രെസ് ടെസ്റ്റിംഗ് പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാവരും നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അധ്യക്ഷ പ്രസംഗം നടത്തിയ ശാന്തി മഠത്തിന് ICFOSന്റെ പേരിൽ ഇവിടെ വന്നിരുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി. IIT ബോംബെയിൽ പ്രോജക്റ്റ് ഓവർവ്യൂ നടത്തിയ പ്രൊഫസർ ചിന്നസ്വാമിക്ക് നന്ദി. അടുത്തത് അഗ്രികൾച്ചർ കോളേജിലെ ഡീന് പ്രൊഫീഷണൽ ഫെസിലിറ്റേഷൻ നടത്തി സാറിന് എൻ്റെ ICFOSന്റെ നന്ദി പ്രകടിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നേമം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ചന്ദ്രദായ സാർ ഉദ്ഘാടനം നടത്തി സാറിന് എൻ്റെ എല്ലാ ആശംസകളും. പിന്നെ കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാഷകനായ വസന്തകുമാരി ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസുന്ധരനായ ശ്രീ മെമ്പർ, പിന്നെ BDO അജയ് ഘോഷ് എന്നിവർക്ക് എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുന്നു. കൂടാതെ വെൽക്കം ലെറ്റർ നടത്തിയ സുനിൽ TG ഡയറക്ടർ ICFOS, പിന്നെ ഷഫീഖ് BM പ്രോജക്ട് മാനേജർ CDH എന്നിവർക്ക് ഇവിടെ പങ്കെടുത്ത പേര് വിട്ടുപോയപ്പെട്ട എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഉദ്ദേശിച്ചതിനും കുറച്ച് ലേറ്റായി. അതിനുശേഷം അവിടെ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ഇവിടെ വൈകിട്ട് പേര് അറിയിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ വന്നതിന് ഇവിടെ സഹകരിച്ചതിന് എല്ലാവർക്കും ഒന്നുകൂടി